ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് പാറശാല ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. പ്രദീപ്, എന്തായാലും കുട്ടിയെ കാണാതായി ഒരു ദിവസം തികയുമ്പോൾ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരു സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കുട്ടിയെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അന്വേഷണം? ഭദ്ര, ഏകദേശം 25 മണിക്കൂറോളം സമയമായിട്ടുണ്ട് കുട്ടിയെ കാണാതായിട്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് 9:37 രാവിലെ കുട്ടി തിരിക്കുന്നത്. തിരിച്ച് അവിടെ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിൻ യാത്രയിലാണ് നടത്തിയതായിട്ടാണ് നമുക്ക് ആദ്യം അറിയാൻ സാധിച്ചത്. തുടർന്നാണ് തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തി വന്നിരുന്നത്. നിലവിൽ രാവിലെ 5:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബീച്ച് റോഡിൽ വെച്ചാണ് 5:30 ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടതായി വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം അതിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, മറ്റു CCTV ദൃശ്യങ്ങളുടെ സഹായം ഇപ്പോൾ തേടുന്നുണ്ട്. നിലവിൽ നല്ല രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ്. CCTV ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ CCTVയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് അവർ പരിശോധിച്ച് വരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ പൂർണ്ണമായിട്ടും ഈ കുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ള ഒരു രീതിയാണ് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുടെ സഹോദരൻ ആദ്യം ചെന്നൈയിലുണ്ടെന്നാണ് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കുട്ടിയുടെ സഹോദരൻ ബാംഗ്ലൂരിലാണ് ഉള്ളതായിട്ടും ചെറിയൊരു സൂചന ലഭിക്കുന്നുണ്ട്. അപ്പൊ അതന്വേഷിച്ചുള്ള ഒരു പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭദ്ര, തീർച്ചയായും പ്രദീപ്, എന്തായാലും ഈ കുട്ടി കന്യാകുമാരി വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും കന്യാകുമാരി വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ആ ബീച്ച് റോഡിലേക്കാണ് കുട്ടി ഇറങ്ങിയതായിട്ട് ഓട്ടോ ഡ്രൈവർ കൃത്യമായിട്ട് പോലീസിനോട് വിവരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കുട്ടിയെ കാണാതാണ്. പക്ഷെ ആ കുട്ടിയെ കാണാൻ നിലവിൽ മറ്റ് ക്യാമറയിലൊന്നും നിലവിൽ കാണുന്നതില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കന്യാകുമാരി വിട്ടു പോകുന്നതിനുള്ള ഒരു സാധ്യത കുറവെന്നാണ് നിലവിലെ ഈ ഒരു സംയുക്തമായ അന്വേഷണം മനസ്സിലാകുന്നത്. കൂടുതലായും എന്തായാലും ഈ CCTVയുടെ ദൃശ്യങ്ങൾ ബാക്കി ലഭിക്കുന്നതോടെ ഇതിന് ഏകദേശം പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് നൽകാനാവും. ഭദ്ര, വ്യക്തമാണ് പ്രദീപ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നേരത്തെ വിഷ്ണു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിയുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഈ കുട്ടി വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അന്വേഷണ സംഘം അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ ഈ തമിഴ്നാട്ടിൽ ഈ കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് യാത്രാ സൗജന്യ നിരക്കുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഈ തമിഴ്നാട്ടിൽ. അത്തരത്തിലാണെങ്കിൽ കുട്ടിയുടെ ഇന്നലത്തെ ആ ബസിന്റെ തുക പോയതിനു ശേഷം ബാക്കി തുക വെച്ചുള്ള ഒരു രീതിയിൽ ഒരു സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയും, അതായത് തമിഴ്നാട് അവരുടെ ട്രാൻസ്പോർട്ട് സർവീസൊക്കെ ഇവർക്ക് ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ബസ് യാത്രകൾ നടത്താനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല ഇപ്പൊ നിലവിൽ. അതെ, അതൊരു പോയിന്റാണ് പ്രദീപ്. എന്തായാലും ഇങ്ങനെയാണ്, അതായത് തമിഴ്നാട്ടിൽ ഇത്തരം ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക്, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു സംശയം പറയേണ്ടതില്ല. കാരണം ഇത്രയും മണിക്കൂറുകളായി ഈ കുട്ടിയുടെ വാർത്തകൾ നമ്മൾ കേരളത്തിലടക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ ചിത്രം തമിഴ്നാട്ടിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ തന്നെ ഈ കുട്ടിയുടെ ആ ട്രെയിൻ യാത്രയുടെ ചിത്രമാണ് മുഴുവനായി സോഷ്യൽ മീഡിയ, തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നുള്ള മുഴുവൻ പോലീസ് സംവിധാനം, മറ്റു സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ആ ഭാഗങ്ങളിൽ കന്യാകുമാരിയുടെ പ്രധാന റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടം കേന്ദ്രീകരിച്ചും അവിടങ്ങളിലുമുള്ള മുഴുവൻ ഓട്ടോ തൊഴിലാളികൾ അവരെ ഉൾപ്പെടെ ഈ ഒരു ദൃശ്യങ്ങൾ കാണിച്ച് വ്യക്തത വരുത്തി തന്നെയാണ് നിലവിൽ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന വ്യക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ശരി പ്രദീപ്, എന്തായാലും ഈ പെൺകുട്ടിയെ കാണാതായി 25 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേരള പോലീസിനോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇപ്പോൾ സംയുക്തമായി തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുട്ടി ട്രെയിൻ മാർഗം മറ്റൊരിടത്തേക്കും പോയിട്ടില്ല എന്നുള്ളതിൽ ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത മാർഗം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിലാണ് ഇപ്പോൾ സംശയം. എന്തായാലും CCTVകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി സഹോദരൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഈ സഹോദരൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്.